എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ ഇതിൻ്റെ വിസ്ട്രോമിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യാൻ പോകുന്നത് സുസുക്കിയുടെ ജിക്സർ SF ആണ്. അതെ, ഒരു 150cc വാഹനമാണ്. അപ്പോൾ ഇതിന് ഈ കമ്പൊക്കെ കിടക്കുന്നു, പെയ്ഡ് ആക്ടറല്ല, അങ്ങോട്ട്. ഓക്കെ, അപ്പോൾ ഈ വാഹനത്തിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ അത്യാവശ്യം ഒരു സ്പോർട്ടി ലുക്കുള്ളൊരു വാഹനമാണ്. ഒരു ട്രാക്ക് ഓറിയൻറ്റഡ് പോലെ ഒരു MotoGP ഡിസൈനൊക്കെ ഉള്ള ഒരു വാഹനമാണ്. അത്യാവശ്യം നല്ല കാണാൻ ഭംഗിയുണ്ട്. നമ്മുടെ ഒരു ഹയാബൂസയുടെ ഒരു ഇൻസ്പിറേഷൻ എടുത്ത പോലെയാണ് ഈ വാഹനം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വിൽ സ്റ്റാർട്ട് ഫ്രം ദി ഫ്രണ്ട്. മുന്നോട്ട് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി LED ഹെഡ് ആണ് വരുന്നത്. ഇത് ഡിപ്പർ ലൈറ്റാണ്. മുകളിലേക്ക് കാണുന്ന നോർമൽ ഹെഡ് ലാമ്പാണ് വരുന്നത്. ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഈ ഏരിയയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ആക്ച്വലി 150cc സെഗ്മെൻറ്റിൽ വരുന്ന വാഹനമാണ്. 155cc ആണ്. സോ അഗൈൻ അവർ റൗണ്ട് ഓഫ് ആകുമ്പോൾ 150cc എന്ന് നമ്മൾ വിളിക്കും. 5cc ആക്ച്വലി കൂടുതലാണ്. അതുപോലെ തന്നെ 13.8 PS ഓഫ് പവറും അതുപോലെ തന്നെ 13.6 Nm ഓഫ് ടോർക്കാണ് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ വീലിൻ്റെ സൈസാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് എടുത്ത് പറയേണ്ടത്. 17 ഇഞ്ചിൻ്റെ വീൽസാണ്, വലിയ വീൽസാണ്. അപ്പോൾ നമുക്ക് ഓടിക്കാൻ നല്ല കംഫർട്ടബിൾ ആണ്. ഇത് ഓടിച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കുന്ന ഒരു വാഹനം, ഒതുങ്ങി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ എർഗണോമിക്സും ബെറ്റർ മാനുവറബിലിറ്റിയും കിട്ടുന്നുണ്ട്. ടോർക്ക് ഞാൻ എത്ര പറഞ്ഞാലും 13.6 Nm ഓഫ് ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത്തിരി ലാഗ് വരുന്നുണ്ട് മറ്റേ ആക്സലറേറ്റ് ചെയ്യുമ്പോൾ. എന്നാലും നമ്മൾ തേർഡ് ഗിയറിലൊക്കെ വെക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു പുള്ളാണ് ഈ വാഹനത്തിന് വരുന്നത്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ റെയറിലും ഡിസ്ക് ബ്രേക്കാണ്. ഇതിൻ്റെ വണ്ടിയുടെ സിംഗിൾ ചാനൽ ABS ആണ് ഇതിൽ വരുന്നത്. അൺലൈക്ക് നമ്മുടെ വിസ്ട്രോമിൽ ആക്ച്വലി ഡുവൽ ചാനൽ ABS ആണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇതിൽ നമുക്ക് സിംഗിൾ ചാനൽ ABS ആണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ നല്ല എയറോ ഡൈമെൻസിറ്റി കൂട്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് സുസുക്കിയുടെ ഒരു ബാഡ്ജിങ് കാണാം. 12 ലിറ്ററിൻ്റെ ഫ്യൂവൽ ടാങ്കാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രാഫിക്സ് കണ്ടോ, ഒരു ഫ്ലോ യെല്ലോ എന്ന് പറയാൻ പറ്റും. നമുക്ക് ഫ്ലോറസൻ്റ് യെല്ലോൻ്റെ ഒരു ഗ്രാഫിക്സ് കാണാൻ അത്യാവശ്യം നല്ല സ്പോർട്ടി ലുക്ക് കൊടുക്കുന്നുണ്ട്. ഇതിൽ ജിക്സറിൻ്റെ Xൻ്റെ ഒരു അബ്സ്ട്രാക്ട് ഡിസൈനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സുസുക്കിയുടെ ബാഡ്ജിങ് ഇവിടെ കാണാം. അത് ലോഗോൻ്റെ ബാഡ്ജിങ് ആണ്. ഇവിടെ സുസുക്കിയുടെ ബാഡ്ജിങ് നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം ഈ ഒരു എഞ്ചിൻ കാണുന്ന രീതിയിലാണ്, ഒരു ഫെയറർ മോഡലിലാണ് ഇത് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. പിന്നെ ജിക്സർ SF എന്ന് ഇവിടെ ബാഡ്ജിങ് കാണാം. അപ്പോൾ അഗൈൻ ഡിസ്ക് ബ്രേക്ക്, ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു അഗ്രസീവ് ലുക്കാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോൾ അത്യാവശ്യം നല്ല പൊസിഷൻ ഉണ്ട്. നമ്മളിങ്ങനെ ചാഞ്ഞിരുന്നിട്ടുള്ള ഒരു പൊസിഷനാണ് ഈ വാഹനത്തിന് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു വാഹനം ഓടിക്കുമ്പോൾ നല്ല കംഫർട്ടബിളാണ് ഫീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ഒരു 2 സൈഡ് വൈസസ് മിറേഴ്സും ഒരു മോളിക്ക് പൊങ്ങിയിട്ട് നല്ല വിസിബിലിറ്റിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് നേരെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ നേരെ കാണാൻ പറ്റുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ്. അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട് സുസുക്കിയുടെ റോഡ് കണക്ട് ആപ്പ് വഴി. അതിൽ നമുക്ക് ഈ ഒരു TFT ഈ ഒരു ഡിസ്പ്ലേ ഉണ്ടല്ലോ, അതിൽ നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റും. ബ്ലൂടൂത്ത് പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ വരുന്ന കോളും മെസ്സേജൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ടേൺ ബൈ ടേൺ നാവിഗേഷൻ ഇതിൽ ആക്ച്വലി വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ വിസ്ട്രോമിലുള്ള പോലെ അതേ സിസ്റ്റം തന്നെയാണ് വരുന്നത്. ലെഫ്റ്റിലേക്ക് തിരിയണയിൽ ഇങ്ങോട്ട് കാണിക്കും, റൈറ്റിലേക്ക് തിരിയണയിൽ ഇങ്ങോട്ട് കാണിക്കും. ആ ഒരു സിഗ്നൽസും അതുപോലെ തന്നെ എസ്റ്റിമേറ്റ് ടൈം ഓഫ് അറൈവൽ അതൊക്കെയാണ് ഇതിൽ കാണിക്കുക. നമുക്ക് ഫ്യൂൽ ഹെഡ് ഇവിടെയാണ് വരുന്നത്. പിന്നെ ഡിപ്പർ ലൈറ്റ്സ് ഇവിടെയാണ് വരുന്നത്. മിന്നുന്നുണ്ടോ? നിങ്ങൾക്ക് കാണിച്ച ലൈറ്റ് എങ്ങനെ മിന്നുന്നതെന്ന് കാണാണ്ടല്ലോ അല്ലേ? അത്യാവശ്യം നല്ല ഫോക്കസ്ഡ് ഷാർപ്പ് LED ഹെഡ് ലാംപ്സാണ് വരുന്നത്. നമുക്ക് ഹോൺ നോക്കിയാലോ, ആൻഡ് ഷാർപ്പ് സെയിം സൗണ്ട്സ് തന്നെയാണ് വരുന്നത്. ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ വരുന്നുണ്ട്. അഗൈൻ സ്റ്റാർട്ടറും അതുപോലെ തന്നെ ഇവിടെ പുഷ് ബട്ടൺ സ്റ്റാർട്ടായിട്ടാണ് നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇതാണ് വാഹനത്തിൻ്റെ കീ വരുന്നത് ആക്ച്വലി. അതുപോലെ തന്നെ നമുക്കിത് ആക്ച്വലി സിംഗിൾ സിലിണ്ടർ വാഹനമാണ്. ഈ ഒരു ഏരിയ, ഈ ഒരു എന്താ പറയുക, കൊൺസോളും ഈ ഒരു ഹാൻഡിലും ഇതൊക്കെ കാണാൻ അത്യാവശ്യം നല്ല എന്താ പറയുക സ്പോർട്ടി ലുക്കായിട്ടുണ്ട്. നമുക്ക് ഒന്ന് നീക്കിയതെന്ന് ഇത് നമുക്ക് റൈഡ് കണക്ട് എഡിഷൻ എന്നൊരു ബാഡ്ജ് കൊടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഫീച്ചർ ഈ വാഹനത്തിൽ വരുന്നത് കൊണ്ട് തന്നെയാണ് നല്ല ഒരു എഴുതിയിട്ടുള്ളത്. പിന്നെ നമുക്ക് സാരി ഗാർഡ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ആക്സസറി ആയിട്ട് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ നക്കിൾ ഹോൾഡർ, നക്കിൾ പ്രൊട്ടക്ടർ പറഞ്ഞൊരു സംഭവം വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ആയിട്ട് ഒരു ആക്സസറി ഇങ്ങനെ ഇരിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ നക്കിൾ പ്രൊട്ടക്റ്റ് ഇൻ കേസ് നമ്മൾ വീണ് കഴിഞ്ഞാൽ നമ്മുടെ കൈ നിലത്ത് കുത്താണ്ടിരിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഈ നക്കിളിൻ്റെ ഈ ഒരു ഭാഗം തട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രൊട്ടക്ടർ പോലൊരു സംഭവം വരുന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ചുകൂടി വലിയ വൈസേഴ്സും ആക്ച്വലി വിൻഷീൽഡ് പോലെ സംഭവം അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അത് എക്സ്ട്രാ ആക്സസറി ആയിട്ടാണ് നമുക്ക് വരുന്നത്. പിന്നെ സീറ്റിംഗ് പൊസിഷൻ ആണെങ്കിലും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് റൈഡറിനും അതുപോലെ പില്ലിയൻ റൈഡർ കുറച്ചുകൂടി ഉയരത്തായിട്ടാണ് ഇരിക്കുന്നത്. കണ്ടോ, കുറച്ചുകൂടി ഉയരത്തെ പ്ലേസ് ചെയ്തിട്ടാണ്. അതും 2 പേർക്കും ഡബിൾ സീറ്റ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഇവിടെ ഒരു ചെറിയ ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സിംഗിൾ സീറ്റ്സാണ് ഓരോ റൈഡേഴ്സിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ അങ്ങനെ ചെയിൻ സ്പ്രോക്കറ്റ് സിസ്റ്റം ഈ ഒരു സംഭവമൊക്കെ കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ പിന്നോട്ട് വരികയാണെങ്കിൽ LED അല്ല, നമ്മുടെ ടെയിൽ ലാമ്പ് ആക്ച്വലി LED ആണ്. ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഓണാക്കി കഴിഞ്ഞാൽ പക്ഷെ നല്ല ഭംഗിയിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ടോ, ഒരു V ഷേപ്പിൽ കാണാൻ നമ്മൾ റൈഡ് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ഒരു അട്രാക്റ്റീവ് ഡിസൈനിലാണ് ഇത് ആക്ച്വലി പോകുന്നത്. നമ്മൾ വാഹനം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ
ഈ ഒരു എന്താ LED LED ടെയിൽ ലാമ്പ് ഓണാവും. അതുപോലെ തന്നെ ഇത് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഹാലോജൻ ആണ് കംപ്ലീറ്റ്ലി. നമ്പർ പ്ലേറ്റിൻ്റെ ഒരു ഏരിയ ഇവിടെ ഒരു റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ഡിസൈൻ നമുക്ക് എന്താ പറയാൻ പറ്റുക, ആ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അഗൈൻ വീൽസ് അത്യാവശ്യം ഒരു MotoGP സ്റ്റൈലിൽ ആ ഒരു സ്പോർട്സ് ബൈക്കിൻ്റെ ഒരു ഇതിലാണ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ഓടിയിട്ട് കുറച്ചൊരു വോൺ ഔട്ട് ആയിട്ടുണ്ട്. പിന്നെ അഗൈൻ ഇവിടെ നമുക്ക് ട്വിൻ മഫ്ലറായിട്ടാണ് വരുന്നത്. സിംഗിൾ എക്സോസ്റ്റ്, അത് 2 ഹോൾ വെച്ചിട്ട് മഫ്ലറായിട്ടാണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കാണാം റെയറിലും നമുക്ക് എന്താ പറയുക ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. അഗൈൻ പിലിയൻ റൈഡറിന് വയ്ക്കാനുള്ള ഫുഡ് സ്റ്റെപ്പും അതുപോലെ തന്നെ റൈഡറിൻ്റെയും ഫുഡ് സ്റ്റെപ്പും ബ്രേക്കും. ഇതിൽ നമുക്ക് സിംഗിൾ ചാനൽ ABS ആണ് വരുന്നത്. അപ്പോൾ അഗ്രസീവായിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു വഴുക്കൽ എനിക്ക് തോന്നി. അത് ചിലപ്പോൾ ടയറിൻ്റെ ഒരു കാര്യം ആയിരിക്കാം. അതുപോലെ തന്നെ ഇവിടെ മഡ് ഗാർഡും കൊടുത്തിട്ടുണ്ട്. സസ്പെൻഷൻ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. സ്വിംഗ് ആം സസ്പെൻഷൻ എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു അതും മോണോഷോക്ക് സസ്പെൻഷനും ഒന്നാണെന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് നല്ലൊരു കംഫർട്ടബിളായൊരു സസ്പെൻഷനാണ് ഫ്രണ്ടിൽ നമുക്ക് വരുന്നത്. അപ്പോൾ അതൊക്കെയായിരുന്നു ഈ വാഹനത്തിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ. അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ബിഗിനർ ഫ്രണ്ട്ലി, കുറച്ച് CC കമ്മിയായിട്ടുള്ളൊരു എന്താ പറയുക ഒരു സ്പോർട്സ് ബൈക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ബൈക്കാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോനെ പറ്റി ബൈക്കിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഒരു നമ്പർ, അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ അടിപൊളി ലൊക്കേഷനിൽ വന്നത് ആക്ച്വലി ഈ ഒരു ലൊക്കേഷനെ പറ്റിയത് നമ്മുടെ V-Strom ആണ് കേട്ടോ. പക്ഷേ നമ്മൾ V-Strom കവായിലിട്ട് റിവ്യൂ ചെയ്തത്. പക്ഷേ നമ്മുടെ ജിക്സർ ഈ ഒരു ഫോറസ്റ്റ് പ്രതീതിയുള്ളൊരു ഇവിടെ ആനക്കിറങ്ങുന്ന സ്ഥലവുമുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതിലേക്ക് കാണുന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ പ്രൈം സൈനിങ് ഔട്ട്. നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോൻ്റെ താഴെ കമൻസിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഈ വാഹനം ഇഷ്ടപ്പെട്ടോ ഇല്ലേ? കമൻസ് ആയിട്ട് ഇടൂ കേട്ടോ. താങ്ക് യു.